ഹായ് ക്യൂട്ടീസ്. അപ്പോൾ ഇന്ന് ഒത്തിരി പേര് എന്നോട് ചോദിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ വേണ്ടിയാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത്? ഞാൻ വലിയ എഡിറ്റിൻ്റെ പ്രോയൊന്നുമല്ല, ചെറിയതായിട്ട് രീതിയിലൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അത് പണ്ടൊന്നും അറിയത്തില്ലായിരുന്നു. ABCD എഡിറ്റിങ്ങിൻ്റെ യൂട്യൂബിൻ്റെ അറിയാത്ത ഞാൻ ഇങ്ങനെയൊക്കെ പഠിച്ചില്ലേ. അപ്പോൾ ആദ്യം ഞാൻ ഇൻഷോട്ടിലൂടെയാണ് എഡിറ്റ് ചെയ്യണേ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഷോട്ടിനകത്തുനിന്ന് നമ്മൾ പുതിയ വീഡിയോ ഏതാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ചെറിയ വീഡിയോ എടുക്കുകയാണ്, അതിനെ എടുക്കുക. അതിനകത്ത് വോളിയം ഓഡിയോ അങ്ങനെയൊക്കെ ആദ്യം നമ്മൾ ഏത് ഷോർട്ടിനാണോ അതോ നമ്മൾ പിന്നെ ഇതിന് വേണ്ടിയാണോ ലോങ് വീഡിയോക്ക് അതിനനുസരിച്ചുള്ള മെഷർമെൻറ്റ് നമ്മൾ തിരിക്കുക. അത് 16:9 അല്ലെങ്കിൽ 9:16 എന്നുള്ളത് എടുക്കുക എന്നുള്ളത്. കാരണം അതിന് അലകലക സെപ്പറേറ്റ് ആയിട്ടുള്ള. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് വേണ്ട ഇതിനകത്ത് ഇപ്പം ഇതിൻ്റെ വോളിയം കുറയ്ക്കുക. നമുക്ക് വോയിസ് ഓവർ കൊടുക്കുന്നെങ്കിൽ ആദ്യം വോളിയം കുറയ്ക്കുക. അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പം ഞാൻ ടെസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഫസ്റ്റ് ഞാൻ എൻട്രോ എഴുതുക DIV എന്താണെന്നുള്ളത് ആയിരിക്കും അതിൻ്റെ ടെസ്റ്റിനകത്ത് ചെയ്യാം. ഇപ്പോൾ ടെസ്റ്റ് എഴുതിയ ശേഷം കണ്ടില്ല 3 ഡോട്ട് കാണിച്ചിരിക്കുക. ആ ഡോട്ടിനകത്ത് ഞെക്കി വിട്ട ശേഷം ആക്കുന്നുണ്ടെങ്കിൽ കർവ് ഷേപ്പിൽ ഉള്ളതുകൊണ്ട് ആ ഓപ്ഷൻ ഞെക്കുമ്പോൾ നിങ്ങളുടെ കർവ് അല്ലെങ്കിൽ ഇങ്ങനെ പല പല ഡിസൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാം നിങ്ങളുടെ ടെസ്റ്റിന്. ഓക്കെ. അപ്പോൾ ടെക്സ്റ്റിന് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ വേണ്ടെന്നുണ്ടെങ്കിൽ ബ്ലാങ്കിൽ നിൽക്കുക ബ്ലാങ്ക്. അപ്പം ഓരോന്നിട്ട് ഞാനിങ്ങനെയാണ് കർവ് ആക്കുന്നത്. ഇപ്പോൾ ഇതിന് ശേഷം നിങ്ങൾക്ക് കളർ മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആ ടെക്സ്റ്റിൻ്റെ മാറ്റാൻ പറ്റും. ഇപ്പോൾ കളറ് ബ്ലാക്ക് ബ്ലൂ ഏതാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ മൾട്ടി കളർ ലാസ്റ്റ് ഉണ്ട് അതോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാനൊരു വൈറ്റ് കളർ ആക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അതിനകത്ത് ഓരോ ഫോണ്ട് സ്റ്റൈലുകളുണ്ട്, അത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇങ്ങനെ 3 ഡോട്ട് കാണിക്കുന്നുണ്ട്. അതിൽ നിൽക്കുമ്പോഴത്തേന് നമ്മൾ ഈ പലതരം ട്രാൻസിഷൻ കാണിക്കാൻ പറ്റുമേ. അപ്പം ഇത് ഇങ്ങനെ കർവായിട്ട് വരുന്നു, സ്ലോ ആയിട്ട് വരുന്നു, അതൊക്കെ ട്രാൻസിഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് സേവ് ചെയ്താൽ അതിങ്ങനെ ഇപ്പോൾ കണ്ടോ ഇതുപോലെ DIV വന്നാൽ അതുപോലെ വരും. ഇനി നിങ്ങൾക്ക് അതിനകത്ത് ഈ ട്രാൻസിഷൻ വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ടെക്സ്റ്റിന് വേണമെങ്കിൽ വോയിസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കുറേ എഫക്റ്റ് എന്നുള്ള വോയിസ് എന്നുള്ള അതിനകത്ത് മ്യൂസിക്കിൻ്റെ അതിനകത്ത് എഫക്റ്റിനകത്ത് പല പല എഫക്റ്റുകളുണ്ട്. ഞാൻ സാധാരണ ഫെയറി ഡസ്റ്റ് എന്നുള്ള ഇടും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പം അതിൻ്റെ വോളിയം കുറയ്ക്കണമെങ്കിൽ അതിൻ്റെയും വോളിയം നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് എന്നുള്ള ഓപ്ഷനകത്ത് വെച്ച് വോളിയം ഒക്കെ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്ന രീതിയിലാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം ആയില്ലേ, ഇങ്ങനെ ഇത് കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടാത്ത ഭാഗം വരുമ്പോൾ സ്പ്ലിറ്റ് നോക്കിയിട്ട് ഏത് ഭാഗം വെച്ചാൽ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. അപ്പോൾ സ്പ്ലിറ്റിൽ ഞെക്കിയിട്ട് എനിക്ക് ഈ ഭാഗം വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് മാത്രം ക്ലിക്ക് ചെയ്തിട്ട് ഡിലേറ്റ് ഞെക്കുമ്പം അത്രയും ഭാഗം പോകും. കണ്ടില്ലേ. അപ്പോൾ സ്പ്ലിറ്റ് വേണ്ട എന്നുള്ളത് നിങ്ങൾക്ക് വേറെ വല്ല എഫക്റ്റാണ് വേണമെന്നുണ്ടെങ്കിൽ ആ സ്പ്ലിറ്റിൻ്റെ അവിടെ വരുന്ന സ്ഥലത്ത് ഇങ്ങനെ ഞെക്കുമ്പോഴത്തേനും കുറേ എഫക്റ്റുകളുണ്ട്. കുറേ എഫക്റ്റുകൾ എന്ന് പറഞ്ഞാൽ കുറേ ട്രാൻസിഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലേതെങ്കിലും ഇങ്ങനെ മാറ്റി ഓരോ സ്പ്ലിറ്റ് ഇങ്ങനെ ഞെക്കി ഓരോ ട്രാൻസിഷൻ നിങ്ങൾക്ക് എടുക്കുക. സ്പ്ലിറ്റ് ഞെക്കുക, അതിൻ്റെ ആ വൈറ്റ് ലൈനിൽ ഞെക്കുക, എന്നിട്ട് ഇഷ്ടമുള്ളത് വെക്കുക. അങ്ങനെയൊക്കെ പറ്റും കേട്ടോ. ഇതുകൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ പല സ്റ്റിക്കേഴ്സ് ഉണ്ട്. സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷൻ ഇങ്ങോട്ട് മാറി പോകുമ്പോഴത്തേന് കണ്ട് ഞാൻ സബ്സ്ക്രൈബ് എന്നുള്ള സ്റ്റിക്കർ അതിൽ നിന്നാണ് എടുക്കുന്നത്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് എന്നുള്ളത് ഇതിക്ക് ശേഷം നിങ്ങൾക്ക് അതിനകത്തും വോയിസിൻ്റെ നിങ്ങൾ മ്യൂസിക് എഫക്റ്റ് കൊടുക്കാൻ പറ്റും കേട്ടോ. അതുകൂടാതെ നിങ്ങൾക്ക് ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഫുൾ വീഡിയോയ്ക്ക് എന്തെങ്കിലും എഫക്റ്റ് വേണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിൽറ്റർ വേണമെങ്കിൽ അത് ഞാൻ സാധാരണ ഫിൽറ്റർ ഇല്ലാതെ ചെയ്യുന്നത് എനിക്ക് അതിൻ്റെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടെ എഫക്റ്റ് ഉണ്ട്, ഇങ്ങനെ സൂം ചെയ്യുക, സൂം ഔട്ട് ചെയ്യുക. ഇതെല്ലാം ഞാൻ ഇൻഷോട്ട് ആപ്പിനകത്തുനിന്ന് വാങ്ങിക്കുന്നത്. പേ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പേ ഇല്ലാതെ ഒത്തിരി എഫക്റ്റുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതുകൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാതെ POP എന്നുള്ളൊരു സാധനമുണ്ട്. ആ POP എന്തിനാണെന്ന് വെച്ചാൽ ആ POP ഞെക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു വീഡിയോയോ എന്തെങ്കിലും സാധനം മുകളിൽ സെപ്പറേറ്റായി കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ POPയിൽ ഞെക്കിയിട്ട് ഏതെങ്കിലും വീഡിയോ ഓഡിയോയോ ഫോട്ടോയോ എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കാം. ഇങ്ങനെയാണ് പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കളറൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള കളറൊക്കെ ഇടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കാണിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. DIY എന്ന് വന്നു. പിന്നെ ട്രാൻസിഷൻ ഇങ്ങനെ മാറി വരും കേട്ടോ. അതുകൂടാതെ നിങ്ങൾക്ക് വോളിയം കുറയ്ക്കണത് സൂം ഔട്ട് സൂം ഇൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഫിൽറ്റർ വേണമെങ്കിൽ ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ഇതൊന്നും വേണ്ടെങ്കിൽ ഇത് ഡിലീറ്റ് ആക്കാൻ പറ്റും. വോളിയം കുറച്ചിട്ടുണ്ട്. പിന്നെ ഏതിൻ്റെയെങ്കിലും ഭാഗം സ്പീഡ് കൂട്ടണമെങ്കിൽ നമുക്കിപ്പോൾ 60 സെക്കൻഡ് അല്ലെങ്കിൽ മാത്രമാണ് നമുക്ക് ഷോർട്സ് വരുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോ അത്രയും സ്പീഡ് മാത്രമാണെങ്കിൽ അത്രയും സ്പീഡാക്കാം. ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഓപ്ഷൻസ് ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇതെല്ലാം കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയല്ല നമ്മൾ വേറെ സൈഡിൽ നിന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ ആ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ നിങ്ങൾക്ക് മ്യൂസിക് ഇടണമെങ്കിൽ ഇതിനകത്ത് മ്യൂസിക്കിൻ്റെ ഉണ്ട്. പക്ഷേ ഞാൻ മ്യൂസിക് ഇടാറില്ല.
പിന്നെ ഞാൻ ഇതിനകത്ത് കൂടുതൽ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് റെക്കോർഡിംഗ് എന്നുള്ള ഓപ്ഷനകത്ത് കേൾക്കുമ്പോൾ നമ്മുടെ വോയിസ് ഓവർ മ്യൂസിക് ഇതിനകത്ത് പകുതി മ്യൂസിക്കും ചിലപ്പം കോപ്പിറൈറ്റ് ഉള്ളതായിരിക്കും. അതുകൊണ്ട് ഇത് നമ്മൾ മ്യൂസിക് ലൈബ്രറിയിൽ നിന്ന് തന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ തന്നെ എടുക്കുന്നതാണ് നല്ലത്. അപ്പം വോയിസ് ഓവർ കൊടുത്ത് ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഏതെങ്കിലും വീഡിയോയിൽ നിന്ന് കുറേ മ്യൂസിക് വീഡിയോ ഒക്കെ ഉണ്ട്, പക്ഷേ പലതും കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് ചിലപ്പം കോപ്പിറൈറ്റ് ആയി. ഇതെല്ലാം കഴിയുമ്പോൾ എക്സ്പോർട്ടിനകത്ത് വയ്ക്കുമ്പോഴത്തേന് ഇത് എക്സ്പോർട്ട് ആയി പോകും കേട്ടോ. ഇത്രയാണ് മെയിൻ ലഡി. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പറയത്തില്ല ഇതിൻ്റെ ഇൻട്രോ എന്നാണ് 2-3 സൈഡിൽ നിന്ന് എടുക്കാം. ഒന്നാണെങ്കിൽ നമ്മുടെ പിൻട്രസ്റ്റിനകത്ത് ഇഷ്ടംപോലെ യൂട്യൂബ് ഇൻട്രോ എന്നുള്ള എൻട്രി അടിച്ച് അതിനകത്ത് ഫ്രീ ആയിട്ടുള്ള നോക്കി നിങ്ങൾ കണ്ടുപിടിക്കും. ചിലപ്പോൾ അതിനകത്ത് കോപ്പിറൈറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഇത് മെൻഷൻ ചെയ്യണമെന്ന് കാണിക്കും. അപ്പോൾ അതുണ്ടോ എന്ന് നോക്കിയ ശേഷം നിങ്ങൾ അതിനകത്ത് പിൻട്രസ്റ്റിന് ഇപ്പോൾ ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഇതിനകത്ത് ഫ്രീ കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് എന്ന് എഴുതിയിട്ടില്ല. അപ്പം അതിന് ഞാൻ ലിങ്ക് ജസ്റ്റ് 3 ഡോട്ടിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ശേഷം പിന്നെ പിൻട്രസ്റ്റ് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിലൂടെ ആ പിൻട്രസ്റ്റിൻ്റെ വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, നമ്മുടെ ആ ഇൻട്രോ വീഡിയോ. അപ്പോൾ ഡൗൺലോഡ് ആക്കുമ്പോൾ നമ്മുടെ ഗാലറി വന്ന് കിടക്കും. പിന്നെ ഞാൻ അതിനെ പ്ലസ് ഒക്കെ ഐക്കണിൽ മുക്കിയിട്ട് നമ്മൾ ആ വീഡിയോ ഡൗൺലോഡ് ആക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഇത് നമുക്കിതൊന്നും അല്ല വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതിന് റായ ക്രാഫ്റ്റ് എന്നുള്ള എൻട്രിയുടെ നമ്മുടെ ആ ഇൻട്രോയ്ക്കകത്ത് തന്നെ നമ്മുടെ പേരുകൾ നമുക്ക് മെൻഷൻ ചെയ്യുമെന്ന്. എൻ്റെ പേരിന് ഇപ്പോൾ റായ ക്രാഫ്റ്റ് എന്നുള്ളത് ആ ഇൻട്രോയ്ക്കകത്ത് സ്പേസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ആഡ് ചെയ്യാം. പിന്നെ അതിനകത്ത് വേണമെന്തെങ്കിലും ട്രാൻസ്ലേഷൻ എന്ത് വേണമെങ്കിലും നമ്മൾ മറ്റ് വീഡിയോ ചെയ്ത പോലെയല്ല ഈ ഇൻട്രോ വീഡിയോയ്ക്കകത്തും യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കൂടുതലും കോപ്പിറൈറ്റ് ഇല്ലാത്ത ചെയ്യണമെങ്കിൽ നമ്മൾ യൂട്യൂബിനകത്തോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ക്യാൻവ എവിടെയാണെന്ന് വെച്ചാൽ സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഇതൊന്നും വേണ്ടെങ്കിൽ ക്യാൻവ ആപ്പുണ്ട്. ഈ ക്യാൻവ ആപ്പിനകത്താണ് ഇഷ്ടംപോലെ തമ്പനയിലും ഇഷ്ടംപോലെ ഇൻട്രോ ഒക്കെ. ഇപ്പോൾ നമ്മൾ ക്യൂട്ട് ഇൻട്രോ വിത്തൗട്ട് കോപ്പിറൈറ്റ് എന്ന് നോക്കണം. ഇതിനകത്ത് പ്രോ എന്ന് എഴുതിയതെല്ലാം കോപ്പിറൈറ്റ് ഉള്ളതായിരിക്കും. അതില്ലാത്ത സാധനം നിങ്ങൾ നോക്കിയാൽ ആസ്തെറ്റിക്കോ അതെ. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ വീഡിയോ നമുക്ക് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് റായ ക്രാഫ്റ്റ് ആ പേരിനെ ഡിലീറ്റ് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്യും, റായ ക്രാഫ്റ്റ് എന്നുള്ള ആക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഇൻട്രോ വീഡിയോ ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ ആസ്തെറ്റിക് എന്നുള്ളത് ഏത് വീഡിയോ ആണ് ഇതിനകത്ത് വെളിയിലത്തെ പിങ്ക് കളർ വരെ കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷൻ ക്യാൻവയ്ക്കകത്തുണ്ട്. അപ്പോൾ ഇത് തന്നെ തമ്പനയിലും ക്യാൻവയ്ക്കകത്ത് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ നോക്കണം ഇതിനകത്ത് പേയ്മെൻറ്റ് ചെയ്യുന്ന കസ്റ്റം വീഡിയോ ഈ നമ്മൾ തന്നിരിക്കുന്ന ഇൻട്രോ വീഡിയോയ്ക്ക് പ്രോ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പൈസ കൊടുത്ത് ചെയ്യാൻ പറ്റും. നമുക്ക് പറ്റത്തില്ല. നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തുള്ള പ്രോ എന്നില്ലാത്ത നിങ്ങൾ അതിനകത്ത് കളറൊക്കെ മാറ്റി നമ്മുടെ എഡിറ്റൊക്കെ മാറ്റി നമ്മളതിനെ ഡൗൺലോഡാക്കി അപ് ടു ദ റെസൊല്യൂഷനകത്ത് അത് ഡൗൺലോഡ്. പിന്നെ അത് നമ്മുടെ വീഡിയോ സെറ്റിങ്സിനകത്ത് പോകുമ്പോഴത്തേന് അത് അവിടെ കിടപ്പുണ്ടായിരിക്കും. അവിടുന്ന് പിന്നെ നമ്മൾ നേരത്തെ വീഡിയോ നമ്മൾ ആഡ് ആക്കിയതുപോലെ പ്ലസിനകത്താക്കി നമ്മൾ ഇൻട്രോയുടെ ഫസ്റ്റ് പാർട്ടിൽ ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടിനകത്ത് ആ ഇൻട്രോ ആഡ് ആക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് യൂട്യൂബിൻ്റെ തമ്പനെയിൽ വേണമെങ്കിൽ ക്യാൻവയ്ക്കകത്ത് കസ്റ്റമൈസ് ചെയ്യാം. അതുപോലെ ക്യാൻവയുടെ യൂട്യൂബ് തമ്പനെയിൽ എടുത്ത് അതും ഇങ്ങനെ പ്രോ ഇല്ലാത്ത പൈസ കൊടുക്കാത്തത് നമ്മൾ കണ്ടുപിടിച്ച ശേഷം അതിനകത്ത് നമുക്ക് ആ ഇഷ്ടമുള്ള ഇമേജസ് നമ്മൾ ആദ്യമേ ആഡ് ചെയ്ത് വെക്കണം. നമ്മൾ അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ അതൊക്കെ നമ്മുടെ ഗാലറിയിൽ നിന്ന് ഇമേജസിന് അപ്ലോഡ് ആക്കി വെച്ചു. ഇപ്പം ഞാൻ ഓൾറെഡി കുറച്ച് ഇമേജസ് അപ്ലോഡ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഓൾറെഡി ഉള്ള ആ തമ്പനയിനകത്തോട്ട് എൻ്റെ ഇമേജസിനെ ഞാനിങ്ങനെ ഞെക്കി മാറ്റി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഷ്ടമുള്ള ഇമേജസ് നമ്മൾ അതിനകത്താക്കുമ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ തമ്പനയിൽ റെഡിയാണ്. അതിൻ്റെ ഇൻക്ലൂഡിങ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് അവരെ എഴുതിയിരിക്കുന്നത്. അത് മാറ്റി നമുക്കിപ്പം DIY ക്യൂട്ട് എന്തെങ്കിലും അത് അല്ലെങ്കിൽ ഡെസ്ക് മേക്കവർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടമുള്ള നമ്മുടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ക്യാൻവയ്ക്കകത്തുണ്ട്. ഇതുപോലെ ഇഷ്ടംപോലെ തമ്പനയിലും ഉണ്ട്, ഇഷ്ടംപോലെ ഇൻട്രോ ഒക്കെ ഉണ്ട് ക്യാൻവയ്ക്കകത്തുണ്ട്. പക്ഷെ നമ്മൾ ക്ഷമയോടെ നോക്കിയിട്ട് കണ്ടുപിടിക്കണം എന്നേ ഉള്ളൂ. കളറ് മാറ്റാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഇപ്പോൾ ആസ്തെറ്റിക് ആണെങ്കിൽ അതാക്കാം, ക്യൂട്ടാക്കാം, അതുമാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് ഡാൻസിൻ്റെ ഏതിന് വേണമെങ്കിലും മാറ്റാനുള്ള ഓപ്ഷൻ ക്യാൻവയ്ക്കകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇച്ചിരി ക്ഷമയോടെ ചെയ്യണം. വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും പ്രയാസമാണ് എഡിറ്റ് ചെയ്യുന്നതിന് സത്യം പറഞ്ഞാൽ. പിന്നെ ഇതൊന്നും ഞാൻ പല സ്ഥലത്തുനിന്നും പല വീഡിയോകളൊക്കെ കണ്ടു പഠിച്ചാൽ, അല്ലാതെ എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ അറിവില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ എന്തെങ്കിലും ആരെങ്കിലും അറിവുള്ളവരുടെ വീഡിയോ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു യൂട്യൂബിനകത്ത് നമ്മൾ തട്ടിമുട്ടി എങ്ങനെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇച്ചിരിയൊക്കെ അറിഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അറിയുന്ന രീതി അതൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്നെ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഈ പിൻട്രസ്റ്റിനകത്ത് നമ്മൾ കുറച്ച് നമുക്ക് ഈ ഇൻട്രോ വേണമെങ്കിൽ ഇൻട്രോ കിട്ടും, തമ്പനയിൽ വേണമെങ്കിൽ തമ്പനയിൽ കിട്ടും. അതിനകത്തൊക്കെ ഇത് മ്യൂസിക് സിമ്പിൾ ഇൻട്രോ എന്ന് എഴുതിയിട്ടുണ്ട്. ചിലതിനകത്ത് മ്യൂസിക് ഉള്ളതായിരിക്കും. അത് കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ അവർ എടുക്കാൻ ശ്രമിക്കുക. ഇതല്ലാതെ ഏറ്റവും ഈസി ആയിട്ടുള്ള വേറെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബിനകത്തുനിന്ന് തന്നെ നമ്മൾ
ഈ ഇൻട്രോയോ തമ്പനയിലോ ഒക്കെ ഡൗൺലോഡ് ആക്കുക എന്നുള്ളത്. അത് നമ്മൾ യൂട്യൂബ് തമ്പനയിൽ അല്ലെങ്കിൽ യൂട്യൂബ് ഇൻട്രോ എന്ന് അടിച്ച ശേഷം എന്നിട്ട് വിത്തൗട്ട് കോപ്പിറൈറ്റ് നൽകും. അപ്പോൾ അതിനകത്ത് പല ഓപ്ഷനാണ്, താഴെ വായിച്ചു നോക്കണം. അവർ കോപ്പിറൈറ്റ് ഇല്ലാത്തതാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എഴുതിയിട്ടുണ്ട്. ഫ്രീ ടു യൂസ് വിത്തൗട്ട് കോപ്പിറൈറ്റ്, ഡു നോട്ട് നീഡ് ടു എനി ബ്ലെയിം, അല്ലെങ്കിൽ അവരുടെ ഓണറിനെ പേര് മെൻഷൻ ചെയ്യേണ്ട എന്നൊക്കെ ഇങ്ങനെ എഴുതിയിരിക്കുന്നതാണെങ്കിൽ അത് നിങ്ങൾ ഡൗൺലോഡ് ആക്കി, നമ്മൾ ഈ യൂട്യൂബിൻ്റെ വീഡിയോ ഡൗൺലോഡ് ആക്കിയ ശേഷം നമ്മൾ നേരത്തെ തന്ന പോലെ നമ്മുടെ ഇൻഷോട്ടിനകത്ത് നമ്മുടെ വീഡിയോയോട് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മ്യൂസിക് എപ്പോഴും മാക്സിമം ശ്രദ്ധിച്ചേക്കണം, കോപ്പിറൈറ്റ് വരാതെ നോക്കണം. അല്ലെങ്കിൽ ആ ഓണറിൻ്റെ പേര് അല്ലെങ്കിൽ അവരുടെ ID എന്താണെന്ന് വെച്ചാൽ അവരുടെ നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് മെൻഷൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ മിക്കവാറും കോപ്പിറൈറ്റ് വരും. എനിക്ക് കുറേ പ്രാവശ്യമൊക്കെ വന്നാണ് ഓണറിന്റെ ക്രെഡിറ്റ് അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കും, അല്ലെങ്കിൽ അത് കോപ്പറേറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരുമാതിരി അപ്പോൾ പിന്നെ ബൈ.